ഒരു നിമിഷം നിൽക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. കീബോർഡ്, വയലിൻ, ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 75 10 520 887. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 860 630 74 51. അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. അപ്പോൾ നമുക്കത് നോക്കാം. ഭാവഗായകൻ പി ജയചന്ദ്രനാണ് ഈ പാട്ട് പാടി അനുസരമാക്കിയത്. മധ്യമത്തിൽ നിന്നാണ് പാട്ട് തുടങ്ങുന്നത്. മാ പദ പ പദ ഒരു മാ പദ പ പദ പ മ ആദ്യത്തെ രണ്ടാമത് വരുമ്പം അവിടെ നോക്കാം. ഒന്നുകൂടെ സ്വരം നോക്കാം. രണ്ടാമത്
ma pa ni da pa ma 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 pa ni da pa ma ma. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. Ma pa da pa da pa ma ma pa da pa da pa ma ma pa ni da pa ma ma. ഞാൻ ഈ പഠിക്കുന്നിടത്തൊന്നും ഗമകം കൊടുക്കാതെ പ്ലെയിനായിട്ട് വായിക്കുമായിരുന്നു. അത്രയും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലിറിക്സ് നമുക്കൊന്ന് നോക്കാം. ചന്ദനത്തിൽ അവിടെ ഗമകം കൊടുത്തു വേണം, ദപ്പദപ്പായിക്ക് ഗമകം കൊടുത്തു വേണം വായിക്കാൻ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു, അവിടെയും ഗമകം ഉണ്ട്. രണ്ടാമത് സുന്ദരി ശില്പം. ഒന്നുകൂടെ വായിക്കാം. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. അടുത്തത് മഞ്ഞു തുള്ളികൾ. ഈ നോട്ട് തന്നെ വായിച്ചാൽ മതി. മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുര തഴുകിയൊഴുകും മധുര ഹേമന്തം. ഒന്നുകൂടെ വായിക്കാം. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുര ഹേമന്തം. അടുത്തത് പ്രിയയോ പസസ സാസ പസസ പ്രിയയോ സാസ കാമ ശീല സാസ പ്രിയയോ കാമ സാസ ശീലയോ സാസ സരിസാനി. അവിടെ ഗമകമുണ്ട്. പ്രിയയോ കാമ ശീലയോ പസസ സാസ പ്രിയയോ പസസ കാമ സാസ ശീല സാസ യോ സരി സരി സനി. ഇപ്പൊ മൊത്തമായിട്ട് വായിച്ചോ. പ്രിയയോ കാമ ശീലയോ നീയൊരു നീനി പ്രണയ ധനിത ഗീതകമോ പ്രണയ ധനിത ഗീതക മാപനി
ഈത കമോ നിധ പമ ഓ പ്രണയ ഈത നിധ മാ പ നിധ നിധ പമ ധനിധ മാ പ നിധ നിധ പമ പ്രണയ ഗീതകമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം മഞ്ഞു തുള്ളികൾ തഴുകി തഴുകിയൊഴുക്കും പ്രണയ പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയ ഗീതകമോ എനിക്ക് തോന്നുന്നു അത് ഈ പാട്ടിൻ്റെ ഒറിജിനൽ സ്കെയിൽ എഫാണ്. ഇത്രയും മനസ്സിലായോ? എന്നുകൊണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം തഴുകി തഴുകിയൊഴു മൗരഹേ മന്ദം. ഇത്രയാണ് ഇതിൻ്റെ പല്ലവി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അനുപല്ലവിയാണ് പഠിക്കാൻ പോകുന്നത്. ഗാനമേ ഗമ ഗമ ചെറിയ ഗായണേ. ഗാനമേ രാഗഭാവം മപമാഗ പാപ ചേർത്ത് വായിക്കാം. ഗാനമേ രാഗഭാവം. ഇവിടെ ഒരു വീടിൻ്റെ പണി നടക്കുകയാണ്. അവിടുത്തെ ശബ്ദകോല അവിടെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ശബ്ദങ്ങളാണ് നമ്മൾ ഇതിലൂടെ കേൾക്കുന്നത്. ഗാനമേ ഗമ ഗമ നിൻരാഗഭാവം മപമാഗ പാപ. ഇത്രയും മനസ്സിലായല്ലോ. ഗാനമേ നിൻരാഗഭാവം താമര താമര പാനിധ പദപ. അവിടെ വേണമെങ്കിൽ ഒരു ഗമകത്തിൽ നമുക്ക് ഒരു തിങ്സ് കൊടുക്കാൻ പറ്റും. പാനിധ പദപ താമര തനുവ. അത് ചിലപ്പോൾ ഒറിജിനൽ പാട്ടിലില്ല, പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഭാവത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തമായിട്ടൊന്ന് വായിച്ച് നോക്കാം. ഗാനമേ നിൻരാഗഭാവം താമര തനുവ
അടുത്തിട്ട് ഗമപാനി നീ ഇതളിട്ടുണരും ഗമപാനി നീ താളലയങ്ങൾ സരി നിസനിധപ വലിയ സായിൻ്റെയുമാണ്. സരി നിസനിധപ താളലയങ്ങൾ താളലയങ്ങൾ സരി നിസനിധപ താളലയങ്ങൾ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ലിങ്ക് ചെയ്ത് നോക്കാം. ഗമ ഇതളിട്ടുണരും ഗമപാനി നീ താളലയങ്ങൾ സരി സരി നി സനിധപ ഇതളിട്ടുണരും താളലയങ്ങൾ ഈറൻ നീധ നീധ ഈറൻ നീധപ ഈറൻ തുകില ദപ ദപമാ ഈറൻ നീധ പ ദപ ഈറൻ തുകി പദ ഈറൻ നീധ ഈറൻ തുകി നീധ പദ ഈറൻ തുകില നീധ പദ പദമ ഈറൻ തുകില. ഇത് പറഞ്ഞ തിങ്സ് ഒറിജിനൽ പാട്ടിലില്ല. നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വരിയൂടെ നമുക്ക് നോക്കാം. ഗാനമേ നിൻരാഗ ഭാവം താമര തനുവാ ഇതളിട്ടുണരും ഗമപാനി നീ ഇതളിട്ടുണരും താളലയങ്ങൾ സരി നിസനിധപ താളലയങ്ങൾ ഈറൻ 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 നീധ പദ പദപമാ. അടുത്തത് ലൈൻ എന്ന് പറയുന്നത് പ്രതിയോ പസസ സസ പ്രതിയോ രാഗ നദിയോ സസ പസസ സസ പ്രതിയോ നദിയോ സസ സരിസ സരിസനി സസ 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 സരിസനി
രാഗം നദിയോ നീയൊരു രംഗ നീയൊരു രംഗ ധനിതമ രംഗ സോപാന നീയൊരു രംഗ ധനിതമ രംഗ മാപ നിധ നിധമ നദിയോ രാഗ ഹൃദിയോ രാഗ നദിയോ നീയൊരു രംഗ സോപാനമോ എഫിലാണ് വന്നത്. അപ്പോൾ എഫിലാണ് ഈ പാട്ട്. ഈ ശ്രുതി ഒരു ഘട്ട ശ്രുതിയിലാണ്. നമ്മൾ എഫിൻ്റെ പാട്ടുകൾ നമുക്ക് ഒരു ഘട്ട ശ്രുതിയിലും വായിക്കാം. ഇതിൻ്റെ നോട്ടുകൾ ഓരോന്നും ശ്രദ്ധയോടുകൂടി പഠിക്കുക. ചരണം ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചരണം അതിൻ്റെ ലിറിക്സ് എടുത്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ ചരണം സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്കതൊരു എക്സ്പീരിയൻസും ആകുമല്ലോ. അനുപല്ലവി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അനുപല്ലവിയുടെ സെയിം നോട്ട് തന്നെയാണ് ചരണത്തിലും വരുന്നത്, ലിറിക്സ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഗാനത്തിൽ കാണാം. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഇരമത്തൂർ സുരേഷ് തരിക.